പ്രിയ മലയാളികളെ, വീട്ടമ്മമാർക്ക് പ്രതിമാസം മിനിമം 30,000 രൂപ കൊടുക്കാമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എന്ന ഞാൻ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മുഴുവൻ വീട്ടമ്മമാർക്കും അവർക്ക് നിലവിൽ യാതൊരു വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് മിനിമം 30,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ അവർക്ക് തിരിച്ചടയ്ക്കേണ്ട കാര്യമില്ല. ഒരു ഗവൺമെൻറ്റിലേക്ക് ഈ പൈസ തിരിച്ചടയ്ക്കേണ്ടതില്ല. അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് വിനിയോഗിക്കാം. അങ്ങനെ ഒരു വരുമാന മാർഗം സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ, ഇത് സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാരാണ്. ഞാൻ സോണിമോൻ കെ മാത്യു നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ ഇവിടെ നടപ്പിൽ വരുത്തുന്നതാണ്. അധികാരമേറ്റ് 2 മാസം അല്ലെങ്കിൽ 3 മാസം, അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമം പാസ്സാക്കി നടപ്പിലാക്കാനുള്ള ഒരു സമയം അതിനുള്ളിൽ നടപ്പിൽ വരുത്തുന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ, ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഒരു പൗരൻ പോലും ബുദ്ധിമുട്ടാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത്, തൊഴിൽ ചെയ്തിട്ടും വരുമാനമില്ലാത്തത്, അത് ഇവിടുത്തെ പൗരൻ്റെ ഒരു കുഴപ്പമല്ല, അത് സർക്കാരിൻ്റെ പോളിസിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇതിനായിട്ട് കേസൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും, പക്ഷേ നമുക്ക് അനുകൂലമായ വിധി കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം സ്റ്റേറ്റ് എപ്പോഴാണെങ്കിലും എതിർക്കും. കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ഈ നേതാക്കന്മാരുടെയും ഈ ബ്യൂറോക്രാറ്റുകളുടെയും ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട ഫണ്ടുകൾ അവർ കണ്ടെത്തുന്നുണ്ട്, അവർ ചിലവാക്കുന്നുണ്ട്, അവർ ധൂർത്തടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കലാപത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ജനാധിപത്യപരമായ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇലക്ഷനിൽ നിങ്ങളുടെ വിരൽ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് ക്ഷേമം നേടുവാൻ സാധിക്കും, കൊണ്ടുവരാൻ സാധിക്കും. അതിനാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിമോൻ കെ മാത്യു.